ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 55-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. യേഷതേ നൃഗശാപസ്യ വിസ്താരോപിതോ മയാ യദ്യസ്തി ശ്രവണേ ശ്രദ്ധ ശൃണുഷേഹ്വ പരാം കഥ. നൃഗശാപത്തെക്കുറിച്ച് ഞാൻ നിന്നോട് വിസ്തരിച്ച് വിവരിച്ചു. ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ മറ്റൊരു കഥ കേട്ടോളൂ. രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ വീണ്ടും പറഞ്ഞു, ആശ്ചര്യകരമായ കഥകൾ കൊണ്ട് എനിക്ക് മതിവരുന്നില്ല. രാമൻ തുടർന്ന് പരമധർമാനുസാരിയായിരിക്കുന്ന ഒരു കഥ പറയുവാനായിട്ട് തുടങ്ങി. ആസീൽ രാജ നിമിർനാമ ഇക്ഷാഗോണാം മഹാത്മനാം പുത്രോ ദാതശമോ വീര്യെ ധർമ്മേജ പരിനിഷ്ഠിത. മഹാത്മാക്കളായ ഇക്ഷാകുപുത്രന്മാരിൽ 12-ാമനായി വീര്യധർമ്മങ്ങളില് നിഷ്ഠിതനായ നിമി എന്നൊരു നൃപൻ ഉണ്ടായിരുന്നു. വീരസമ്പന്നനായ ആ രാജാവ് ഒരിക്കൽ ദേവപുര സമാനമായിരിക്കുന്ന ഒരു പുരം ഗൗതമന്റെ സമീപത്തായിട്ട് നിർമ്മിച്ചു. പുരസ്യ വിശ്രുതം നാമ വൈജയന്തമിരിശ്രുതം. നഗരത്തിന് വൈജയന്തം എന്ന വിശ്രുതമായിരിക്കുന്ന ഒരു പേരുമിട്ടു. നിവേശം എത്ര രാജർഷി നിമിച്ചക്രിയ മഹായശാഹ. മഹായശസ്വിയും രാജർഷിയുമായിരിക്കുന്ന നിമി അതിൽ വസിച്ചു. ആ വൻപുരിയിൽ വസിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് തോന്നി, പിതാവിന്റെ ചിത്തത്തില് സന്തോഷമുണ്ടാകാൻ ദീർഘസത്രം ചെയ്യും. പിന്നീട് പിതാവും അനുപുത്രനുമായ ഇക്ഷാകുവിനോട് പറഞ്ഞിട്ട് അദ്ദേഹം ബ്രഹ്മർഷിവരനായിരിക്കുന്ന വസിഷ്ഠനെ ആദ്യം വരിച്ചു. അതിനുശേഷം രാജർഷിയും ഇക്ഷാകുനന്ദനുമായിരിക്കുന്ന നിമി അത്രിയെയും അംഗരസുകളെയും തപോധനനായിരിക്കുന്ന ഭൃഗുവിനെയും വരിച്ചു. രാജർഷി ശ്രേഷ്ഠനായിരിക്കുന്ന നിമിയോട് വസിഷ്ഠൻ പറഞ്ഞു, ഇന്ദ്രൻ ആദ്യം തന്നെ എന്നെ വരിച്ചിട്ടുണ്ട്, അത് കഴിയുന്നത് വരെ കാത്തിരിക്കും. അനന്തരം മഹാവിപ്രനായിരിക്കുന്ന ഗൗതമൻ പകരക്കാരനായി മഹാതേജസ്വിയായിരിക്കുന്ന വസിഷ്ഠൻ ഇന്ദ്രന്റെ യജ്ഞം നടത്തിച്ചു. നരാധിപനായിരിക്കുന്ന നിമിരാജാവ് ബ്രാഹ്മണന്മാരെ വരുത്തി ഹിമവൽ പാർശ്വത്തില് സ്വനഗരത്തിന്റെ അരികിലായി കൊണ്ട് യാഗം തുടങ്ങി. രാജാവ് 5000 വർഷം യാഗദീക്ഷ കൈക്കൊണ്ടു. ഇന്ദ്രയജ്ഞാവസാനേതു വസിഷ്ഠോ ഭഗവാൻ ഋഷി. ഇന്ദ്രന്റെ യജ്ഞം കഴിഞ്ഞപ്പോൾ അനിന്ദിതനായിരിക്കുന്ന ഭഗവാൻ വസിഷ്ഠ മഹർഷി ഹോമം നടത്തുവാനായിട്ട് രാജാവിന്റെ അടുത്തേക്ക് എത്തി. ഗൗതമൻ പകരക്കാരനായി അത് പൂർത്തിയാക്കിയത് കണ്ട് ബ്രഹ്മപുത്രനായിരിക്കുന്ന വസിഷ്ഠൻ കടുത്ത കോപം പൂണ്ടു. അദ്ദേഹം മുഹൂർത്ത നേരം മഹാരാജാവിനെ കാണാൻ കാത്തിരുന്നു. എന്നാൽ ആ ദിവസം രാജർഷി അഗാധമായിരിക്കുന്ന നിദ്രയില് പെട്ടുപോയി. രാജർഷിയെ കാണാത്തത് കൊണ്ട് കോപം മുഴുത്ത മഹാത്മാവായിരിക്കുന്ന വസിഷ്ഠൻ പറയുകയുണ്ടായി, യസ്മാത്മന്യം വൃതവാൻ മാമവജ്ഞായ പാർത്ഥിവ ചേതനേന വിനാഭൂതോ ദേഹസ്തവ ഭവിഷ്യതി. നീ എന്നെ അവഗണിച്ച് മറ്റൊരാളെ വരിച്ചല്ലോ, അതിനാല് നിന്റെ ദേഹം ചേതനയറ്റതായിട്ട് തീരട്ടെ. രാജർഷി ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പോൾ ശാപവാക്യം ശ്രവിച്ചു. കോപമൂർച്ഛിതനായിരിക്കുന്ന അദ്ദേഹം ബ്രഹ്മനന്ദനോട് പറയുകയുണ്ടായി, അജാനത ശയാനസ്യ ക്രോധേന കലുഷീകൃത മുക്തവാൻമേ ശാപദണ്ഡമിവാപരം. അറിവില്ലാതെ ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ പേരിലെ ക്രോധം കൊണ്ട് കാലുഷ്യമാർന്ന അങ്ങ് മറ്റൊരു യമദണ്ഡ് പോലെയുള്ള ശാപ നീ പതിപ്പിച്ചു. അതുകൊണ്ട് അങ്ങയുടെയും രുചിരപ്രഭമായിരിക്കുന്ന കളയപുരം ചേതനയറ്റതായി തീരും, ഇതിൽ സംശയമില്ല. ഇങ്ങനെ നിമിയും വസിഷ്ഠനും തമ്മിൽ നടത്തുന്ന പരസ്പര ശാപവചനങ്ങൾ ഈ സർഗത്തില് പറയുന്നു. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.